അവിവാഹിതരായ മാതാപിതാക്കൾ നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഒരു അപസർപ്പക കഥയെ വെല്ലുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2 തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട വെള്ളിക്കുളങ്ങര സ്വദേശികളായ ബവിനും പെൺസുഹൃത്ത് അനീഷയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ചെറിയ ചാറ്റൽ മഴ വന്നും പോയുമിരിക്കുന്നു. ഇടയ്ക്കിടെ വേഗത്തിൽ പായുന്ന വാഹനങ്ങൾ ചീവീടുകളുടെ ശബ്ദത്തെ തടസ്സപ്പെടുത്തുന്നു. പാതിരാത്രിയാണ്. നാടും നഗരവും ഉറങ്ങുകയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് 30-ൽ താഴെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ നടന്നെടുത്തു. മദ്യലഹരിയിൽ ആടിയുള്ള വരവ്. അവൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. വീണുപോകാതിരിക്കാൻ ബാഗിൻ്റെ വള്ളിയിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. അകത്ത് കയറിയ ആ ചെറുപ്പക്കാരൻ അവിടുത്തെ പോലീസുകാരോട് ഒരു കഥ പറഞ്ഞു. കേട്ടാൽ ആദ്യം വിശ്വസിക്കാൻ തോന്നാത്തൊരു കഥ. കേട്ടുകഴിഞ്ഞാൽ സങ്കടവും ദേഷ്യവും തോന്നുന്ന സംഭവ കഥ. ആ കഥ തുടങ്ങുന്നത് 5 വർഷം മുൻപാണ്. ആമ്പല്ലൂരിലുള്ള ബവിനും വെള്ളിക്കുളങ്ങര നൂൽവള്ളിയിലെ അനീഷയും ഫേസ്ബുക്കിൽ തുടങ്ങിയ പരിചയം പ്രണയമായി. ഇരുവരും ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. പ്രണയം വളർന്നു. യുവതി ഗർഭിണിയായി. അതവർ ആരെയും അറിയിച്ചില്ല. സമയം കടന്നുപോയി. അമ്മയോ ബന്ധുക്കളോ അയൽക്കാരോ അങ്ങനെ ആരും അറിഞ്ഞില്ല അവൾ ഗർഭിണിയെന്ന്. പ്രസവ സമയം അടുത്തു. ഒരു ദിവസം അനീഷയുടെ അമ്മ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല. അവൾക്ക് വേദന തുടങ്ങി. വൈകിയില്ല. വീട്ടിലെ ശുചിമുറിയിൽ പ്രസവം. ആൺകുഞ്ഞ്. അവൾ ബവിനെ വിളിച്ചു. പ്രസവത്തിൽ തന്നെ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞു. അവൻ അവിടേക്ക് ഓടിയെത്തി. കുഞ്ഞിന്റെ ചലനമറ്റ ദേഹം അവൾ അവന് നൽകി. ബവിൻ മൃതദേഹം എവിടെയോ കുഴിച്ചിട്ടു. ആരും ഒന്നും അറിഞ്ഞില്ല. ദിവസങ്ങളും മാസങ്ങളും പിന്നെയും ചലിച്ചു. അവൾ പിന്നെയും ഗർഭിണിയായി. 2 വർഷം മുൻപ് നടന്നത് ആവർത്തിച്ചു. അവളുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നത് ഇത്തവണയും ആരും അറിഞ്ഞില്ല. അനീഷയുടെ വീട്ടിൽ തന്നെ 2ാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു. ആരും അറിയരുത്. ആശങ്കയായി. പട്ടാപ്പകലാണ്. കുഞ്ഞ് കരയുന്നുണ്ട്. വൈകിയില്ല. ആ കുഞ്ഞിനെ അവൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പിന്നെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു. അനീഷ ബവിനെ വിളിച്ച് കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു. അവൻ എന്തോ ഒരു സംശയം പോലെ. സമയം പിന്നെയും മുന്നോട്ട്. 2 ആൺകുഞ്ഞുങ്ങൾ മരിച്ച അവിവാഹിതരായ ആ യുവാക്കൾ. അവർക്ക് ഒരാശങ്ക. മരിച്ചുപോയ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മോക്ഷം കിട്ടണം. അതിന് അവരുടെ അസ്ഥി കടലിൽ ഒഴുക്കണം. കുഴിച്ചിട്ടയിടത്ത് നിന്ന് 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥിയെടുത്തു. ബവിൻ സൂക്ഷിച്ചു. അതിനിടെ ഇരുവരും തമ്മിൽ തർക്കങ്ങൾ പതിവായി. അനീഷ അകലുന്നു എന്ന സംശയം ബവിന്. വേറെ കല്യാണം നോക്കുന്നു. അവൾ പലതും ഒളിക്കുന്നു. ആദ്യമെടുത്ത ബവിന് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഇന്നലെ വിളിച്ചപ്പോൾ മണിക്കൂറുകളോളം അനീഷ മറ്റൊരു കോളിലായിരുന്നു അത്രേ. സങ്കടവും ദേഷ്യവും വന്നു. എന്നെ ഒഴിവാക്കി നീ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട എന്ന ചിന്ത. മദ്യത്തിന്റെ ലഹരിയും കൂടിയായപ്പോൾ അവൻ എന്തോ ചിന്തിച്ചുറപ്പിച്ചു. പിന്നെ ആ ബാഗുമെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. സിനിമാ കഥയെ വെല്ലുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി ആ സംഭവത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.